അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ 13ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത്. ചാപ്റ്റർ പേര് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ചർച്ച ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൻ്റെ ഘടന എങ്ങനെയൊക്കെ ആകണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമലായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതിലൂടെ എന്ത് ചെയ്യും, ഈ ഒരു ഓർഗനൈസേഷന് കീഴിൽ വരുന്ന ജോബുകൾ വ്യത്യസ്ത കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യും. മാത്രമല്ല അത് കോർഡിനേറ്റ് ചെയ്യും. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പ്രധാനമായും അവർക്ക് ഉള്ള ആ ഒരു ഓർഗനൈസേഷനുള്ള ഒരു ഗോൾ ഉണ്ടാകും. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ കീഴിലുള്ള ജോബുകളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ബേസ് ചെയ്തിട്ടും കാറ്റഗറിയൊക്കെ ആക്കി മാറ്റുന്നതിന് ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോർമൽ സിസ്റ്റത്തിനെയാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എന്തിനു വേണ്ടി അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് കൃത്യമായൊരു ക്ലാരിറ്റി ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ച് തന്നെ ഒരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ്, വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ ഒന്നുകൂടി എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കാൻ വേണ്ടി, ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ ഒന്നുകൂടി എഫക്റ്റീവായി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് വർക്ക് സ്പെഷ്യലൈസേഷനാണ്. അതായത് ഓരോ വർക്കും വ്യത്യസ്ത ജോബുകളിലേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ, ഓരോന്ന് മൈന്യൂട്ട് ആകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഒരു കോമണായി നിൽക്കുന്ന ഒരു ജോബ് വർക്കിൽ നിന്ന് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ ജോബുകളിലേക്ക് വേർതിരിക്കുമ്പോൾ അതൊന്നുകൂടി സ്പെഷ്യലൈസ് ആവും എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ഡിപ്പാർട്ട്മെൻ്റലൈസേഷനാണ്. അപ്പോൾ ഓരോ ജോബിനും കീഴിലുള്ള ഇങ്ങനെ വേർതിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അവരെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ബേസ് ചെയ്തൊരു വരും. മാർക്കറ്റിംഗ്, ഫൈനാൻസ് അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ അവിടെ ഉണ്ടാകും. പിന്നെ അതുപോലെ ചെയിൻ ഓഫ് കമാൻഡ്, അതുപോലെ അടുത്തൊരു സംഭവമാണ് സ്പാൻ ഓഫ് കൺട്രോൾ. പിന്നെ ഒന്നാണ്, അതായത് ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റിപ്പോർട്ടിംഗ് ലൈൻ ഉണ്ടാകും. പ്രധാനമായിട്ടും അത് ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു കാര്യമാണത്. പിന്നെ അതുപോലെ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് വെച്ചാൽ അവിടെ ഒരു സൂപ്പർവൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ ഉണ്ടാകും. അതിനൊരു കൺട്രോൾ ഒരാൾ ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാകും എന്നുള്ളത്. പിന്നെ അടുത്തതാണ്, അഞ്ചാമത്തതാണ് സെൻട്രലൈസേഷൻ വിഎസ് ഡീസെൻട്രലൈസേഷൻ. അതായത് ഇവിടെ ഈ ഒരു ഓർഗനൈസേഷന് കൃത്യമായൊരു സെൻട്രൽ പോയിൻ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെ ഡീസെൻട്രലൈസേഷൻ വിളിക്കും. യഥാർത്ഥത്തിൽ സെൻട്രലൈസേഷൻ ആകുമ്പോൾ അവിടെ ഒരു യഥാർത്ഥമായ ഒരു ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടി അവർക്ക് പ്രധാനമായ ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ടാകും. ഒക്കെ ഒരു ഗോൾ ബേസ് ചെയ്തിട്ടാണ് വരിക. ആ ഒരു ഗോളിൻ്റെ കീഴിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ ഫോർമലൈസേഷനാണ് ആറാമത്തത്. അതായത് ഒരു ഫോർമലൈസേഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള എന്തുണ്ടാകും, പ്രൊസീജിയറുകൾ, റൂൾസ് കാര്യങ്ങളുണ്ടാകും, ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ചില ഓർഗനൈസേഷനുകളൊക്കെ മാനുവലായിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്യുക, ഇത്ര ഫോർമലാവാതെ അങ്ങനെ പോവുക. പക്ഷേ ചിലതിൽ ഫോർമലായിട്ടുണ്ടാകും. പിന്നെ ബൗണ്ടറി സ്പാനിങ് ഉണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തേക്കും ഇതിൻ്റെ കാര്യങ്ങൾ, റിസോഴ്സസും ഇൻഫർമേഷൻസൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗണ്ടറി സ്പാനിങ് എന്നുള്ളൊരു സംഗതി ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ആയിട്ട് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ കീഴിൽ പറയാറ്. പിന്നെ അടുത്തൊരു സംഗതിയാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. പ്രധാനപ്പെട്ട ടൈപ്പുകൾ, ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സിമ്പിൾ സ്ട്രക്ചറാണ്. അതായത് ഇത് ഒരു തുടക്കത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള
ഒരു ഇതായിരിക്കും. അതായത് ലോ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അവിടെ വല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവില്ല. വൈഡ് സ്പാൻ ഓഫ് കൺട്രോൾ ആയിരിക്കും. കൃത്യമായൊരു സെൻട്രലൈസേഷൻ അവിടെ ഉണ്ടാവില്ല, വൈഡ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ ഒറ്റ ആളായിരിക്കും അതിൻ്റെ ഓതറൈസേഷൻ. ഒരു ഫൗണ്ടർ എന്ന നിലയ്ക്ക് ഒരാൾ മാത്രമേ അതിൻ്റെ മേലധികാരി കൺട്രോൾ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതാണ് സിമ്പിൾ സ്ട്രക്ചർ. പിന്നെ അതുപോലെ ബ്യൂറോക്രസി ഉണ്ട്. അതായത് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാവുക. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആ ഒരു ബ്യൂറോക്രസിയിൽ ഉണ്ടാകും. അവിടെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാകും. ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള അതോറിറ്റി ഉണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തതാണ് മാട്രിക്സ് സ്ട്രക്ചർ. മൂന്നാമത്തെ സ്ട്രക്ചറാണ് മാട്രിക്സ്. അവിടെ ഡ്യുവൽ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പാണ്. രണ്ട് രൂപത്തിലുള്ള റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഒന്ന് എംപ്ലോയീസാണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസിന് ജോലിക്കാർക്ക് മൊത്തം 2 ബോസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് ഒന്ന് ഫങ്ഷണൽ മാനേജറായിട്ടും മറ്റേത് പ്രൊജക്റ്റ് മാനേജർ. അങ്ങനെ 2 രൂപത്തിലുള്ള മാനേജർമാരവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ടോപ്പിൽ ഒരാളല്ല 2 ആളുകൾ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അടുത്തതാണ് വിർച്വൽ സ്ട്രക്ചർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ അതൊരു സ്മാൾ കോർ ഓർഗനൈസേഷൻ ആവും. ഇപ്പോൾ ഉദാഹരണത്തിന് നൈക്ക് കമ്പനി അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഷൂ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട്സോഴ്സായിട്ടും ഒരുപാട് കാര്യങ്ങൾ അവർ ആഡ് ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ ഒരുപാട് ഔട്ട്സോഴ്സായിട്ട് അവരുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സംഗതി ഒരു ഫാക്ടറി നടത്തുന്നത്. അപ്പോൾ അതിനെയാണ് വിർച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പിന്നെ ടീം സ്ട്രക്ചർ എന്ന് പറയും. അത് അടുത്തൊരു സ്ട്രക്ചറാണ്. അതായത് അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൈറാർക്കി കാര്യങ്ങളുണ്ടാകും. മാത്രമല്ല അവിടെ സെൽഫ് മാനേജ്ഡ് ടീമുകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിളൊക്കെ അങ്ങനെയാണ്. ഗൂഗിളിൻ്റെ മെയിനായിട്ടൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിലും അതിന് ഇൻഡിവിജ്വലായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഗ്ലോബലി എക്സ്റ്റെൻസീവ് ആണ് ഈ ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യത്യസ്ത രാജ്യങ്ങളിൽ അതിൻ്റെ വർക്കേഴ്സ് ഉണ്ടാവും, വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു സ്ട്രക്ചറാണ്. പിന്നെ സർക്കുലർ സ്ട്രക്ചർ എന്ന് പറയും അടുത്തൊരു സ്ട്രക്ചറാണ്. അവിടെ ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാകും. മാത്രമല്ല ഒരുപാട് എക്സിക്യൂട്ടീവ്സ് അതിന് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മേൽനോട്ടത്തിനായിട്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അടുത്ത ഒരു കാര്യം ഇതിൽ ചർച്ച ചെയ്യുന്നത് മെക്കാനിസ്റ്റിക്സ് ആൻഡ് ഓർഗാനിക് മോഡൽസ്. ഇങ്ങനെ 2 രൂപത്തിലുള്ള മോഡലുകൾ, അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മെക്കാനിസ്റ്റിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ഒരു ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഒരു വെൽ ഓയിൽഡ് ആയിട്ടുള്ള മെഷീനുകളെ പോലെ ആയിരിക്കും. അതായത് വളരെ സ്കില്ലഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിലുണ്ടാവുക, വളരെ എക്സ്പേർട്ടുകളായിട്ടുണ്ടാവും ഉണ്ടാവുക. മാത്രമല്ല അവർ കൃത്യമായി അതിനുവേണ്ടി പണിയെടുക്കും. അതിന് ഉദാഹരണമായിട്ടാണ് വെൽ ഓയിൽഡ് മെഷീൻസ് എന്ന് പറഞ്ഞത്. അത് പാകപ്പെടുത്തപ്പെട്ട ഒരു മെഷീനെ പോലെ അതിൽ നിന്ന് പിന്നെ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കും കൃത്യമായ രൂപത്തിൽ. പിന്നെ ഓർഗാനിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രൂപമാണ്. അവിടെ ഇങ്ങനെ എന്താ പറയുക, ഫോർമലൈസ് ആയിട്ടുള്ള മുമ്പത്തെ മെക്കാനിസം സ്ട്രക്ചറിൻ്റെ പോലെ തന്നെ അത്ര ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. സെൻട്രൽ അതോറിറ്റി ഉണ്ടാവില്ല, എക്സ്റ്റെൻസീവ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു ലോ ഫോർമലൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ക്രോസ് ഫങ്ഷണൽ ടീമുകളാണ് ഉണ്ടാവുക. സെൻട്രലൈസ് ആയിട്ടുള്ള ഒരു സംഗതി അവിടെ ഉണ്ടാവില്ല. ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇതിനൊക്കെ പരസ്പരം തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ഈ ഒരു ഓർഗാനിക് സ്ട്രക്ചറിൻ്റെയും മെക്കാനിസ്റ്റിക് സ്ട്രക്ചറിൻ്റെയും തമ്മിൽ. ഇത്രയുമാണ് പ്രധാനമായിട്ട് ഈ ഒരു പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.